ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ കോൺസ്പിറസീസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ തന്നെ അതിൻ്റെ ഒരു ഐ ഓഫ് ദ സ്റ്റോമിൽപ്പെട്ടൊരു വ്യക്തിയാണ്. അതായത് ഇപ്പം നോക്കുവാണെങ്കിൽ റീസെൻ്റായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ നേരത്തെ ഇപ്പം ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഒരു 10-12 കൊല്ലം മുമ്പ് നമ്മൾ കേരളത്തിലെ ഡിസീസ് ഡോണർ പ്രോഗ്രാം, ഇപ്പോൾ ഡൊണേഷൻ 2 തരത്തിൽ വരാമല്ലോ. ഒന്ന് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വോളണ്ടറി ഹോൾ ഓർഗൻ ഡൊണേഷൻ വരും, ഫുൾ ഓർഗൻ കിട്ടും. അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ലിവറിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാണ്. അതാണ് ലിവിങ് റിലേറ്റഡ് ഡോണർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 സർജറീസ് വരുന്നുണ്ട്. ഒരു ഡോണറിൻ്റെ ലിവിങ് ഡോണറിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും. മറ്റേടത്ത് ഒരു സിംഗിൾ സർജറിയേ ഉള്ളൂ, ബിക്കോസ് ഒരാൾ ബ്രെയിൻ ഡെഡ് ഡോണറാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ചിലവ് കുറഞ്ഞു വരുന്നത്. ഈ ലിവിങ് ഡൊണേഷനിൽ ചിലവ് കൂടും, ബിക്കോസ് ഡബിൾ സർജറിയാണ്, ഹോസ്പിറ്റലൈസേഷനും കൂടുതലാണ്. അപ്പം നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 12 years ബാക്കൊക്കെ ഡിസീസ് ഡോണർ പ്രോഗ്രാംസ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിരുന്നു. സ്പെയിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു പടം വന്നത്. അതോടെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ചില വ്യക്തികൾ, ഈ ഒരു ഗണപതി എന്ന് പറഞ്ഞ റിട്ടയർ ആയിട്ടുള്ളൊരു വ്യക്തി, ആൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടർമാർ ഇപ്പോൾ ലേക്ക് ഷോറിൻ്റെ, ഇപ്പം എനിക്കിതിനെ അറിയാം, ഞാൻ ലേക്ക് ഷോർ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാനും ആ റാക്കറ്റിലുണ്ടായിരുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ലേക്ക് ഷോറിലൊക്കെ കൊന്നെടുത്ത്, ലേക്ക് ഷോർ മാത്രമല്ല പല പല ഹോസ്പിറ്റൽ, ആസ്റ്ററും അതിനകത്ത് വിട്ടിരുന്നു, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ന്യൂസാണ്. അവിടെ നിന്ന് ഇങ്ങനെ കൊന്ന് ഓർഗൻസ് എടുക്കുകയെന്നൊക്കെ, അതൊരു മൂവി സ്റ്റൈൽ. ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ആരും ഇതുവരെ അങ്ങനെ ശിക്ഷിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് തെളിവുകളുമില്ല. അത് വന്നതോടെ നമ്മുടെ ഇവിടുത്തെ രോഗികൾ ഇപ്പോൾ സഫർ ചെയ്യാണ്. ഇപ്പം എൻ്റെ പ്രാക്ടീസിൽ തന്നെ എനിക്ക് ഏകദേശം എവറി മന്ത് ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് റെഫർ ചെയ്ത് വിടുന്നത് ഏകദേശം 38ഓളം പേഷ്യൻസാണ് പെർ മന്ത്. എൻ്റെ യൂണിറ്റിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം എത്ര ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ടെന്ന്, എത്ര ലിവർ ഡിപ്പാർട്ട്മെൻറ്റ്സ് കേരളത്തിലുണ്ടെന്ന്. അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഡിസീസ് ഡൊണേഷൻ വരുന്നില്ല. എന്നുവെച്ചാൽ ഇവരുടെ വിചാരം എല്ലാം കോൺസ്പിറസിയാണ്. അപ്പോൾ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നില്ല, ഡൊണേഷൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലിവിങ് ഡോണർ പൂളാണ് ഇപ്പം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും മുന്നോട്ട് വരണം ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇല്ലാത്ത വ്യക്തികളിൽ അവർ ലിസ്റ്റിങ്ങിൽ നിന്ന് മരണപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഈ 38 പേഷ്യൻസിനെ വിട്ടാലും നമുക്ക് അതിനകത്തൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് 8-10 ഉള്ളൂ. അവർക്കേ ഉള്ളൂ ഈ പൈസയും ഈ നമ്മുടെ ലിവിങ് ഡോണേഴ്സ്, ബ്ലഡ് മാച്ച് ഡോണേഴ്സൊക്കെ അവർക്കേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ.